ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ട പോലെ നമ്മുടെ ട്രാക്ക് ഇവൻറ്റും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ഈ പുറകെ വരുന്ന വണ്ടി ഇപ്പം ഇവിടെ ജാക്കിൽ നിൽക്കുന്ന കാണാൻ പറ്റും. ഇതിൻ്റെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ റിയർ വീൽ ബെയറിംഗ് ലെഫ്റ്റ് ചാറ്റ്, വണ്ടിയുടെ വീൽ ബെയറിങ് പോയിട്ടുണ്ട്. ഡ്രാഗ് ഡേയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പോയിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓഫ് കോഴ്സ് നമ്മളിപ്പം ഡിഗ്ഗിന്നൊക്കെ പല ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് റിയർ വീലിലേക്കാണ് പ്രഷർ എല്ലാം ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ പോയതായിരിക്കണം. നമ്മൾ പാസഞ്ചർ സൈഡിൽ ഓൾറെഡി നമ്മൾ വീൽ ബെയറിംഗ് കഴിഞ്ഞ വർഷം മാറ്റിയതാണ്. അതുപോലെ നമ്മൾ ഡ്രാഗ് ഇവൻറ്റിന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ വണ്ടിക്ക് നമ്മൾ എക്സ്ട്രീറ്റ് അടിച്ചായിരുന്നു. ഇത് വണ്ടി ഫാക്ടറി എക്സ്ട്രൈവ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷാഫ്റ്റ് റിമൂവ് ചെയ്യാൻ കുറച്ചാണ് ഓടിച്ചുകൊണ്ട് വരുന്നത്. റീവീലായത് തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് എക്സസീവ് വീൽ സ്പിന്നും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം പവർ കട്ട് ഓഫ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രീറ്റ് ട്യൂൺ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം മറ്റേ E92 വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്റ്റേജ് 2 ട്യൂൺ MH സ്റ്റേജ് 2+ അടിച്ചിട്ടുണ്ടായിരുന്നു ട്രാക്കിന് പോകുന്നതിന് മുന്നേ ആയിട്ട്. ആ വണ്ടിക്ക് സ്റ്റോക്ക് ക്ലച്ചാണ് വരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേജ് 2 അടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിക്ക് ആ പവർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടി മാരകമായിട്ട് ക്ലച്ച് സ്ലിപ്പായി. ഇവൻറ്റിന് പോയിട്ട് നമുക്ക് പ്രോപ്പർ ടൈമൊന്നും അടിക്കാൻ പറ്റിയില്ല. E92 നല്ല ക്ലച്ച് സ്ലിപ്പേജും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ചെയ്ത് എക്സ്ട്രീറ്റും അതുപോലെ നമ്മുടെ വെള്ള E92 MHD ട്യൂണിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ M54 ഡൗൺ പൈപ്പ് വെക്കാൻ പോകണം. VRSF ആണ് സാധനം. അപ്പോൾ നമുക്ക് ട്വിൻ ടർബോ ഉണ്ട്, 2 ഡൗൺ പൈപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു E92 കൂടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് M3 ബമ്പർ ഫ്രണ്ടും സൈഡ്ക്കായിട്ടും M3 ബമ്പർ പുറകെ M-Tech ബമ്പറും ചെയ്തായിരുന്നു. അപ്പോൾ അതെ അടുത്ത വേണ്ടത് ഇവിടെ ഡൗൺ പൈപ്പ് മാറാൻ വേണ്ടി ജാക്കൊക്കെ കയറ്റി നിർത്തിയപ്പോഴാണ്. അപ്പോൾ ഇവന്റ് ഇന്ന് മാറണം. അപ്പോൾ ഞങ്ങളോർക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. കുറച്ച് ഓൾ വീൽ ഡ്രൈവ് വരുമ്പോഴത്തേക്കും കുറച്ച് പണിയാണ്. ഇത് റിയർ വീൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് എളുപ്പമായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച് സ്റ്റാർട്ട് ചെയ്യണം. എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് VRSF ഡൗൺ പൈപ്പ്. നമ്മുടെ ഒരു സ്പെയർ ഇരുന്നാണ്. അപ്പോൾ അത് ഇതിനെ കയറ്റാൻ ഓർക്കും. അപ്പം നമ്മൾ ഹോം ഗ്യാരേജ് ചെയ്യണോണ്ട് നമ്മൾ ഉള്ള ലിഫ്റ്റും നമ്മുടെ റാമ്പൊക്കെ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് അണ്ടർഷീൽഡ് ഇടണം. അണ്ടർഷീൽഡ് ഊരിയാൽ നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി O2 സെൻസർ മുകളിൽ നിന്ന് പിടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനിൽ നിന്ന് അപ്പോൾ ആ ജസ്റ്റ് വയർ ഊരി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ O2 സെൻസർ റിമൂവർ സോക്കറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യണം. അപ്പം ഇനി പരിപാടി ഇത് ഊരണം. എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യണം. സ്റ്റിയറിംഗ് റാക്ക് ജസ്റ്റ് ഒന്ന് ഒരു സൈഡിൽ ഊരിയിട്ട് കുറച്ചൊന്ന് മുമ്പോട്ട് ബാക്കി വെക്കണം. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ട് ടർബോയിലുള്ള ആക്സസ് കിട്ടുള്ളൂ. അപ്പം അത് ചെയ്യണം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് 2 അവർ കഴിഞ്ഞിട്ട് ഒരു ക്യാറ്റ് ഊരിയിട്ടുണ്ട്. അതുപോലെ ഇനി ഒരു ക്യാറ്റും കൂടെ ഉണ്ട്. നമ്മളിപ്പം റിയർ ടർബോടെയാണ് ഊരിയത്. ഇനി ഫ്രണ്ട് ടർബോടെ ഇവിടെ ഊരാനുണ്ട്. അത്യാവശ്യം പണിയായിരുന്നു. അയ്യോ, നമ്മൾ വണ്ടിക്കടി കിടക്കാൻ തൊട്ട് 2 മണിക്കൂറായി. അപ്പോൾ ഇതാണ് OEM ക്യാറ്റ് വണ്ടിയുടെ. നമ്മൾ 4 മണിക്ക് പണി തുടങ്ങി. ഇപ്പോൾ 6:15 ഇനി ഒരെണ്ണവും കൂടെ ഇറക്കാനുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ക്യാറ്റ്ലെസ് ഡൗൺ പൈപ്പ് കയറ്റാൻ വേണ്ടി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്യാറ്റും ഊരിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ക്യാറ്റ് തന്നെ, മറ്റേ E92 N54 ഇത് VRSF 2 അപ്പോൾ ഇതാണ് ഇത് കണ്ടത്. ഇവിടെയാണ് കാറ്റലറ്റിക് കൺവെർട്ടർ ഇരിക്കണം. ഇത് ഫ്രീ ഫ്ലോ ആയി. ഇത് നമുക്ക് നോക്കി അറിയാം. കണ്ട് ചുമ്മാ ജസ്റ്റ് തുളയാണത്. അപ്പം ഇതാണ് ക്യാറ്റ്ലെസ് ഡൗൺ പൈപ്പ്. നമ്മൾ സ്റ്റേജ് 2 ഒക്കെ അടിക്കുമ്പോൾ ഇത് വേണം, അല്ലെങ്കിൽ ക്യാറ്റ് ക്ലോഗ് ആവും, പിന്നെ എഞ്ചിൻ ലൈറ്റ് വരും. അപ്പം ഇതാണ്. ഇനിയിപ്പം നമുക്കിത് രണ്ടും തിരിച്ചു കയറ്റണം. ഓൾമോസ്റ്റ് ഇപ്പം 3 അവർ അടുത്തായി. ഈ 2 ക്യാറ്റ് മാത്രം ഊരി എടുക്കാൻ വേണ്ടി. അത് റിയർ വീൽ ഡ്രൈവ് വണ്ടി ആയിട്ട്. ഓൾ വീൽ ഡ്രൈവ് ആണ് നമുക്ക് സബ്ഫ്രെയിം ഇറക്കേണ്ടി വന്നേനെ. ഇനിയിപ്പം നമുക്കിത് കയറ്റണ പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഡൗൺ പൈപ്പ് കയറ്റി, രണ്ടാമത്തെ ഡൗൺ പൈപ്പ് കയറ്റില്ല. എന്ന് പറഞ്ഞാൽ നമുക്കൊരു O2 സെൻസർ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് O2 സെൻസർ ഇപ്പോൾ സൺഡേ ആയതുകൊണ്ടും ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് പരിപാടി നടക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി ഇപ്പം നമ്മൾ റാമ്പേന്ന് ഇറക്കി നിലത്ത് നിർത്തിയേക്കാണ്. എന്നിട്ട് ഇനി പുതിയ O2 സെൻസർ വാങ്ങിച്ചിട്ട് വേണം അടുത്ത ഡൗൺ പൈപ്പ് കയറ്റാൻ. ഇപ്പോൾ നമ്മൾ സെക്കൻഡറി ടർബോയുടെ ഡൗൺ പൈപ്പ് കയറ്റി. ഇനി പ്രൈമറിയുടെ കയറ്റാനുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ടൈമും സാധനവും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പെൻഡിങ് വെക്കുക. ഇനിയിപ്പോൾ ഈ വീക്ക് ഡേ എന്തെങ്കിലും ചെയ്ത് തീർക്കണത്. One eternity later. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ E92 സ്റ്റേജ് 2+ അടിക്കുകയാണ്. സപ്പോർട്ടിംഗ് മോഡ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എയർ ഇൻടേക്ക്, ഡൗൺ പൈപ്പ്, ഇന്റർകൂളർ കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ MH സ്റ്റേജ് 2 ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സ്റ്റേജ് 2 ഫ്ലാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ബാറ്ററി ഇത് അത്യാവശ്യം ഫസ്റ്റ് ടൈം റൈറ്റ് ചെയ്യുമ്പോൾ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിക്കിൾ ചാർജർ ചാർജ് ചെയ്യുന്നുണ്ട് വണ്ടി. അതുപോലെ തന്നെ വണ്ടി റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെഡായി പോകാണ്ടിരിക്കാനായിട്ട് സ്ലീപ്പായി പോകാണ്ടിരിക്കാനായിട്ട് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടേക്കുക. പിന്നെ ബാക്കി സറൗണ്ടിങ് റൺ ചെയ്യുന്ന AC അതുപോലെ റേഡിയോ കാര്യങ്ങളൊക്കെ ഓഫ് ആക്കുക, ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്യുന്ന ഉറപ്പെടുത്തുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഏകദേശം ഒരു ഫസ്റ്റ് ടൈം റൈറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഒരു 20-25 മിനിറ്റ്സ് എടുക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും മാപ്പിൽ ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ജസ്റ്റ് 30 സെക്കൻഡ്സ് വിത്തിൻ 1 മിനിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലാഷിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 97% ഓൾമോസ്റ്റ് 30 സെക്കൻഡ് ലെഫ്റ്റ് എന്നാണ് പറയുന്നത്. വൺസ് ഫ്ലാഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ വണ്ടിയുടെ ഇഗ്നീഷൻ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 40 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലാഷിങ് വൈഫൈ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. 100% ആയിട്ടുണ്ട്. വൺസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയാൽ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളെല്ലാം വാർണിംഗ് ലൈറ്റൊക്കെ വരും. പക്ഷെ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, ഇതെല്ലാം അവസാനം നമുക്ക് ക്ലിയർ ചെയ്ത് കളയാനാണ്. ഇതിപ്പോൾ വണ്ടി ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള വാർണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർ പറയണം ടേൺ ഓഫ് ദ ഇഗ്നിഷൻ ആൻഡ് വെയിറ്റ് 30 സെക്കൻഡ്സ്. അപ്പം 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ട്യൂണിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സൗണ്ട് ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡൗൺ പൈപ്പ് ചെയ്തപ്പോൾ തന്നെ സൗണ്ട് ഡിഫറൻസ് വന്നു. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് റോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഇമേജിന്റെ ആപ്പിൽ നമുക്ക് ബർബിൾസും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബർബിൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോപ്സ് ബാങ്ക്സ് ഒക്കെ ഉണ്ടാവും. അതിന് എക്സോസിസ്റ്റ് ഇതുവരെ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അത്ര ലൗഡ് അല്ല. പക്ഷെ എക്സോസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെടിയും പുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത E92ൻ്റെ എക്സ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു വണ്ടി എക്സ് ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ റിയർ വീൽ ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് കളഞ്ഞായിരുന്നു. പക്ഷേ എക്സസീവ് വീൽ സ്പിന് വന്നു കഴിയുമ്പോൾ, കാരണം വണ്ടിക്ക് അറിയില്ല അത് ഇപ്പം നിലവിൽ റിയൽ വീൽ ഡ്രൈവ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഫ്ലാഷ് ചെയ്ത് റിയർ വീൽ ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബേൺ ഔട്ടോ കാര്യങ്ങളോ എന്തുകൊണ്ടെങ്കിലും അടിക്കാൻ സീനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് XHPയുടെ എക്സ് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇതാണ് ആപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലൈസൻസ് കീ വെച്ചിട്ടാണ് നമ്മളത് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വണ്ടി നമ്മൾ എക്സ് ഡിലീറ്റ് അടിക്കാൻ കയറ്റിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞാൽ XHPയുടെ എക്സ് ഡിലീറ്റാണ് നമ്മൾ നോക്കുന്നത്. ലൈസൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലൈസൻസ് കീയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എക്സ് ഡിലീറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിൽ ലൈസൻസ് കീ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സ് ഡിലീറ്റിനുള്ള ആക്സസ് കിട്ടും. അപ്പോൾ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് റിയർ വീൽ ഡ്രൈവ് ഒക്കെ സ്വിച്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് റൈറ്റിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സമയം കുറച്ച് സമയം എടുക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞ്
അണ്ടർ 1 മിനിറ്റിൽ പരിപാടി കഴിയും നമുക്ക്. ഈവൻ ഓൺ ദ ഫ്ലൈ സ്വിച്ച് ചെയ്യാമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമ്മുടെ വണ്ടിയായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് XYZ ആപ്പ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈസൻസ് കീ വെച്ച് അതിൻ്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഫ്ലാഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഫ്ലാഷ് ചെയ്യാനായിട്ട് നമുക്കിവിടെ കാണുന്ന കോൺഫിഗർ എക്സ്ട്രൈവ് എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നിലവിൽ എക്സ്ട്രൈവ് ഓൺ ആണ് കിടക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ നമ്മൾ കോൺഫിഗർ എക്സ്ട്രൈവ് കൊടുത്ത് കഴിയുമ്പോൾ കാണിക്കുന്നത്. എക്സ്ട്രൈവ് ഓൺ ആണ്. ഇതാണ് ഇപ്പം നിലവിൽ കിടന്നിരുന്നത്. കാരണം എക്സ്ട്രൈവ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് 2 വീൽ ഡ്രൈവ്, ബേസിക്കലി വീൽ ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇതാണ്. പിന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. സ്പോർട്ട് ഡ്രൈവ് ഉണ്ട്. സ്പോർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും, ബട്ട് മോർ ടുവേർഡ്സ് ലൈക്ക് വീൽ ഡ്രൈവ് ബയസ്ഡ് ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും. പിന്നെ സ്നോ ഉണ്ട്. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീൽ ഡ്രൈവിലേക്കുള്ള ഫുൾ കൺവേർഷനാണ്. അപ്പോൾ നമുക്കത് ഫ്ലാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 5 മിനിറ്റായിട്ട് ഫ്ലാഷ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിചാരിച്ചത് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞാണ് നമുക്ക് എത്തിയത്. വണ്ടിയിൽ JB4 പിഗി ബാക്ക് ട്യൂൺ റൺ ചെയ്യുന്നുണ്ട്. MHയുടെ ഒപ്പം തന്നെ MHയുടെ ബാക്ക് ആൻഡ് ഫ്ലാഷ് ആണ് റൺ ചെയ്യുന്നത്. അപ്പം JB4 ഇതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യും. നമ്മൾ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വഴി നമ്മൾ ഫ്ലാഷ് ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ JB4 ഡിസേബിൾ ചെയ്യണം. JB4 ഡിസേബിൾ ചെയ്യാനായിട്ട് ഈ 2 ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഇതിപ്പോൾ മാർക്ക് 5 ആണ് കിടക്കുന്നത്. ആ മാപ്പ് 0ലേക്ക് ഇട്ട് കഴിയുമ്പം JB4 ബേസിക്കലി ഡിസേബിൾ ആവുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ ഫ്ലാഷ് ആവുന്നുണ്ട്. ഡിസേബിളിങ് എക്സ്ട്രാ എന്ന് കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷയിലും ഫാസ്റ്റർ ആയിരുന്നു. ലെസ് ദാൻ 1 മിനിറ്റ് എടുത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്തിട്ട് ടേൺ ബാക്ക് ചെയ്തു. അപ്പോൾ അവർ നമ്മുടെ സിസ്റ്റത്തിൽ വന്ന കോഡുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫോൾട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു. സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവനെ ട്രാക്ക് ഇവൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കയറ്റിയിട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് പുറത്തിറക്കി നോക്കാം. നമ്മൾ ഡ്രാഗ് അടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇവനെ സ്റ്റേജ് 2+ അടിച്ചായിരുന്നു. MHയുടെ സ്റ്റേജ് 2 ട്യൂൺ അടിച്ചിട്ടാണ് നമ്മൾ ഡ്രാഗിലൊക്കെ പോയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെ അല്ലായിരുന്നു നമ്മുടെ ഔട്ട്കം. വണ്ടി പവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കത് പുട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇപ്പോഴും സ്റ്റോക്ക് ക്ലച്ചിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലച്ചിന് നല്ല സ്ലിപ്പേജ് ഉണ്ടായിട്ട് നമുക്ക് പവർ ശരിക്കും പറഞ്ഞാൽ പുട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രാഗിൽ ജസ്റ്റ് 1 ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്തേ. വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇനിയിപ്പം ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത പവർ നമുക്ക് ഫുള്ള് കൊടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ക്ലച്ചിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് നോക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം MHD സ്റ്റേജ് 2+ അവർ ഏകദേശം ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 400 ക്രാങ്ക് ഹോഴ്സ് പവർ ആണ്. നമ്മൾ ഇതിൻ്റെ വണ്ടി സ്റ്റോക്ക് വരുന്നത് 300 ക്രാങ്കാണ്. അപ്പോൾ അറൗണ്ട് ഒരു ഓൾമോസ്റ്റ് 100 ഹോഴ്സ് പവർ അടുത്ത് നമുക്ക് വണ്ടി സ്റ്റോക്ക് പവറിൽ നിന്നും കൂടുതലും കിട്ടിയിട്ടുണ്ട് MHയുടെ ട്യൂൺ വഴി. അതെ, അപ്പം ഇതുപോലെയുള്ള നമ്മൾ പഴയ വണ്ടികളൊക്കെ ഇതുപോലെ നമ്മൾ ട്യൂണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമത്തിലോട്ട് പുഷ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് എൻഡ് സ്റ്റോറി വരുന്നത്. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം പീസ്.